ചെയ്യുന്നു. തിരുവല്ലായിൽ നിന്ന് റാന്നിയുടെ പ്രദേശത്ത് കടന്നു വരുവാനും എൻ്റെ കർത്താവിൻ്റെ വരവിന് മുൻപായി ഒരു പ്രാവശ്യത്തെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തീരുവാനും കർത്താവിനെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ഫോർട്ട് കൊച്ചിയിലാണ്. എൻ്റെ പിതാവ് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ വിശ്വാസത്തിൽ കടന്നു വരുവാൻ തൻ്റെ വിശുദ്ധന്മാർ ഫോർട്ട് കൊച്ചി ബീച്ചിൽ നടത്തിയതായ പരസ്യ യോഗം വഴി അത് ശ്രമിക്കുവാനും അങ്ങനെ രക്ഷയിലേക്ക് കടന്നു വരുവാനും കർത്താവ് എൻ്റെ പിതാവിനെ സഹായിച്ചു. അതുമൂലം ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ജനിച്ചു വളരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെറുപ്രായത്തിൽ സൺഡേ സ്കൂൾ പഠിക്കുവാനും ഒക്കെയും ദൈവം എൻ്റെ ജീവിതത്തിൽ സഹായിച്ചുവെങ്കിലും പലപ്പോഴും ഒരു കടമയ്ക്കെന്നോണം കടന്നു പോവുകയും സഭായോഗത്തിന് കടന്നു പോവുകയും ഒക്കെയും ഞാൻ ചെയ്തു പോകുന്നു. ഞങ്ങളുടെ വീട് ഫോർട്ട് കൊച്ചിയിലായിരുന്നതിനാൽ വൈറ്റില ഫെയ്ത്തോമിൽ കടന്നു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം കഴിയും. അപ്പോഴത്തേക്കും ആരാധനയൊക്കെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കൊച്ചിയിൽ ഒരു ലോക്കൽ ഫെയ്ത്ത് ഹോം തുടങ്ങുവാനിടയായി. അതുമൂലം ഞാൻ സ്ഥിരമായി എല്ലാ മീറ്റിങ്ങുകൾക്ക് കടന്നു പോകാനും വിശുദ്ധന്മാരോട് അടുത്ത് വസിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. അതുമൂലം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അങ്ങനെ ഞങ്ങൾ ആ കൂട്ടായ്മയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ഉപദേശങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുള്ള ഒക്കെയും കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഭയമൊക്കെയും തോന്നുമായിരുന്നു. എങ്കിലും ഞാൻ സ്നാനമെടുത്തു, അഭിഷേകം പ്രാപിച്ചു. അതൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തു, ഇതൊക്കെയും സ്വർഗത്തിൽ പോകുവാൻ മാത്രം മതിയായ കാര്യങ്ങളാകുന്നു, ഞാൻ അതിൽ ക്വാളിഫൈഡ് ആകുന്നതൊക്കെയും ഞാൻ വിശ്വസിച്ചു. എന്നാൽ വളരെ യാദൃശികമായി സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ഒരു വെളിപ്പാടെന്നുള്ള ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുവാനും ഞാനത് ഒരു ദിവസം രാത്രി ഇരുന്ന് വായിക്കുവാനും അത് മുഴുവൻ വായിച്ചതിന് ശേഷം വളരെയധികം ഒരു ഭയം എൻ്റെ ജീവിതത്തിൽ വരുവാനും ഇടയായി. എൻ്റെ സാൽവേഷൻ എനിക്ക് ഉറപ്പാണോ എന്നുള്ളൊരു സംശയം തോന്നിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ രാത്രി ഏകദേശം 2 മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിക്കാം, ഞാൻ എവിടെ പോകുമെന്ന് കർത്താവിനോട് ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ച് മുട്ടുകുത്തി കൈ 2 സ്വർഗത്തിലേക്ക് ഉയർത്തി ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് അന്നേരം റിപ്ലൈ ഒന്നും കിട്ടിയില്ല. 15 മിനിറ്റ്സിന് ശേഷം പെട്ടെന്ന് ഒരു പ്രകാശം എൻ്റെ മുറിയിലേക്ക് കടന്നു വരുവാനും അതിൽ റോമർ 6:11 എന്ന് എഴുതിയിരിക്കുന്നത് ആ പ്രകാശത്തിൽ ഇങ്ങനെ ഗോൾഡൻ ലെറ്റേഴ്സിൽ എന്നെ ചുറ്റി മിന്നുവാനിടയായി. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിനെന്നും എനിക്ക് വളരെയധികം സന്തോഷമായി പോയി. കർത്താവ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്ന ഒരു ദർശനമായിരുന്നു. പിന്നീട് വീണ്ടും ഇതുപോലെ എല്ലാ ബൈബിൾ സ്റ്റഡിക്കൊക്കെ പോയപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു ബൈബിൾ സ്റ്റഡി കേൾക്കുവാനും അതിനെ വല്ലാതെ ഭയപ്പെടുത്തി. എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. എനിക്ക് പാലിക്കാൻ പെടാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ വളരെയധികം വിഷമിച്ചു. ഇതൊക്കെയും സാധ്യമാവോ? ഇങ്ങനെയുള്ള ഒരു ടഫായിട്ടുള്ള ജീവിതം എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ബൈബിൾ സ്റ്റഡിയൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ദൈവിക രോഗശാന്തിയെക്കുറിച്ചുള്ള ഉപദേശം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. ഞാനിത് എനിക്ക് പറ്റില്ല. എനിക്ക് ആ കാലങ്ങളിലൊക്കെയും ടോൺസിലൈറ്റിസ് ഇങ്ങനെ റെഗുലറായിട്ട് വരുമായിരുന്നു. ഒരു മാസം 2 പ്രാവശ്യം വെച്ചൊക്കെയും വരുമായിരുന്നു. അന്നേരം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് കടുത്ത ബ്രോൺകൈറ്റിസ് ആവും. ഞാൻ പല പ്രാവശ്യം മരുന്ന് ഉപേക്ഷിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എന്നാൽ അത് സാധിച്ചിട്ടില്ല എന്നെ കൊണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, എങ്കിൽ കർത്താവിൻ്റെ വരവിൽ ഞാൻ പോയില്ലെങ്കിൽ ഞാനൊരു രക്തസാക്ഷിയായി മരിച്ചുകൊള്ളാമെന്ന്. അത് അങ്ങനെ ഞാൻ തീരുമാനമെടുത്തതിന് ശേഷം ഞാനൊരു ദർശനം കാണുവാനിടയായി. ആ ദർശനമാണ് ഇന്നുവരെയും അനേക കഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുവെങ്കിലും കർത്താവ് എന്നെ നിലനിർത്തുന്നത്. അതായത് ഞാൻ കണ്ടത് കർത്താവ് വന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ്. ഞാൻ ഒരു ദിവസം രാവിലെ അപ്രതീക്ഷിതമായി ഞാൻ ഉറക്കം വിട്ട് എണീക്കുമ്പോൾ ഞാൻ
റോഡിൽ കൂടെ ഇങ്ങനെ ജീപ്പുകൾ കടന്നു പോകുന്നു. ആ ജീപ്പിൽ നിന്നൊരു അനൗൺസ്മെന്റ്, കർത്താവ് വന്നോ ഇല്ലയോ എന്ന് ഞാൻ സംശയിക്കത്തക്ക വിധത്തിൽ ആ അനൗൺസ്മെന്റുകൾ ഇങ്ങനെയായിരുന്നു: ഇന്നു മുതൽ ഭരണം മാറിയിരിക്കുകയാണ്, പുതിയ ഭരണമാണ്. ഈ ഭരണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഐഡന്റിറ്റി എല്ലാം ചെന്ന് ഒരു മാർക്ക് സ്വീകരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന്, ദൈവമേ നീ വന്നു പോയോ, ഞാൻ കൈവിടപ്പെട്ടു പോയോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ റോഡിലേക്ക് ഇറങ്ങി, ആ ദർശനത്തിൽ റോഡിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ അയൽക്കാരൊക്കെയും കടന്നു വരുന്നു. അവരെന്നോട് പറഞ്ഞു, സോഫിയ നീ ഇതുവരെ പോയില്ലേ? അവിടെ എല്ലാവരും ചെന്ന് ഈ മുദ്ര അടിച്ചു കഴിഞ്ഞു. 666 ചെറിയ, വളരെ വായിക്കാൻ പറ്റാത്ത അക്ഷരം മൈന്യൂട്ടായിട്ട് കയ്യിൽ ഇങ്ങനെ അടിച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ആകെ ഭയന്നുപോയി. ഞാനിതെന്താ സംഭവം ഒന്നും നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഞാൻ കാണുന്ന ഒരു വലിയ മൃഗത്തിന്റെ ബിംബം. ആ ബിംബത്തിന്റെ മുമ്പിൽ താണു വണങ്ങുന്നു എല്ലാവരും, എന്നിട്ട് മുദ്ര അടിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അയ്യോ എനിക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഉള്ളവർ വളരെ വളരെ ഈസി ആയിട്ട് അവർ പറയുന്നു, ഇത് നമ്മളുടെ ഇപ്പോൾ പുതിയ റൂളാണ്, ഇത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഇത് ഒരു പേട്രിയോട്ടിസം അതിൻ്റെ ഒരു ഇതായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണെന്നുള്ളത് പറഞ്ഞു. ഞാൻ വളരെ ഭയപ്പെട്ടു പോയി. അതിനുശേഷം ഉറക്കം ഉണർന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ നീ എനിക്കൊരു അവസരം കൂടെ തന്നുവല്ലോ. എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യവും കർത്താവിൻ്റെ വരവിന് തടസ്സമായിട്ടിരിക്കുന്ന ഒരു കാര്യവും എനിക്ക് വേണ്ട. അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്നുള്ള ആ ഒരു കാര്യം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ അന്ന് പറ്റി. അതുവരെ എനിക്ക് കഷ്ടങ്ങളെ ഭയമായിരുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സൗഖ്യങ്ങളെ തന്നിട്ടുണ്ട്. അത് പിന്നെ ഒത്തിരി സൗഖ്യങ്ങൾ കർത്താവ് തന്നു. എനിക്ക് ഡെങ്കു ഫീവർ വന്ന് ഞാൻ ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുവാനിടയായിട്ടുണ്ട്. അതിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. എൻ്റെ സലൈവറി ഗ്ലാൻസ് ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥയിൽ ഒരു 6 മാസത്തോളം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. അതിൽ നിന്ന് കർത്താവ് എനിക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ തന്നു. കൂടാതെ പല ചെറുതും വലുതുമായ പല രോഗാവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വന്നുവെങ്കിലും അതിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ചു. എന്നാൽ ഞങ്ങൾ മോൾദീവ്സിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന കുടുംബമായിട്ട്. ഞങ്ങൾക്കൊരു മകനുണ്ടായിരുന്നു. അവനിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. അവൻ്റെ ജീവിതത്തിൽ വന്നതായ കഷ്ടം കർത്താവ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 2018 അവൻ അവിടെ A levels എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വിദേശത്ത് പഠിക്കുവാൻ പോകണമെന്നുള്ള ആഗ്രഹത്തോടെ നാട്ടിൽ വന്നു. IELTS എല്ലാം പാസ്സായിരിക്കുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നു. അവൻ്റെ ശരീരത്തിൽ പരുക്കൾ വരുവാനിടയായി. ആ പരുക്കൾ പഴുത്ത് വ്രണമായി വല്ലാത്ത കഷ്ടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ പതറിപ്പോയി. മനുഷ്യരിൽ നിന്നുള്ള നിന്നാവാക്കുകളും എല്ലാം കേട്ട് പതറിപ്പോയി. എന്നാൽ പല പ്രാവശ്യം ഞാൻ ഓർത്തു, അവനെ ഒരു ഡോക്ടറെ കാണിച്ച് എന്താ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുള്ള പല പ്രാവശ്യം ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ അവനോട് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ര ഉറച്ച വിശ്വാസികളൊന്നും ആയിരുന്നില്ല. ഞങ്ങളെ ദൈവം അത്രത്തോളം നിലനിർത്തിയതായിരുന്നു. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഇല്ലെങ്കിലും കർത്താവ് വിളിക്കേണ്ട സമയത്ത് നമ്മളൊക്കെയും പോകണം. അത് യൗവനക്കാരനോ ഈ ചെറുപ്രായമെന്നോ ഒന്നുമില്ല. കർത്താവ് ആയുസ് തന്നാൽ മാത്രം നമുക്കിവിടെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കടന്നു പോകേണ്ടതാവുന്നു എന്നുള്ള ആ വസ്തുത അവൻ എന്നെ പറഞ്ഞ് ഗ്രഹിപ്പിക്കുവാനിടയായി. എന്നാൽ വളരെയധികം കഷ്ടത്തിലൂടെ ഞങ്ങൾ ഒരു 2 വർഷക്കാലം കടന്നുപോയി. അവന് പഠിക്കുവാൻ സാധിച്ചില്ല. ഒരു ഘട്ടമായപ്പോൾ എൻ്റെ ക്ഷമയെല്ലാം നശിച്ചു പോയി. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ പഠിക്കാതെ 2 വർഷമായിരിക്കുന്നു, നിന്റെ കൂട്ടുകാരൻ ഡിഗ്രി കഴിയാറായല്ലോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, മമ്മി എന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ ഒരു എർത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നില്ലായെങ്കിലും ഹെവൻലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഷ്ടതയിൽ ഞാൻ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് എങ്കിലും എടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ കഷ്ടത്തിൽ ഒരംശയാവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ 2022 ഫെബ്രുവരി 7 ആ സമയത്ത് അവൻ ആ കാലങ്ങളിൽ ആ കഷ്ടത്തിൽ നിന്ന് ഒരു പരിപൂർണ വിടുതൽ പ്രാപിച്ച് പുറത്തു വന്നു. ഞങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് അവനെ തിരികെ ലഭിച്ചു.
അവൻ ഇനി പഠിക്കാൻ പോകും. അങ്ങനെ ഞങ്ങൾ പുതിയ പ്ലാൻസ് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് അവന് വീണ്ടും ആ കഷ്ടം വരികയും അവൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുകയും ചെയ്തു. ഞാൻ അതോടുകൂടെ തകർന്നു പോയി. ഒരു ദിവസം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞു ഏകജാതനായ പുത്രനെ നഷ്ടപ്പെടുന്നതാകുന്നു എന്നും കർത്താവിനെ തിരുത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ നാഥനായ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളി പറയുക എന്നുള്ളതാകുമെന്ന്. കർത്താവ് അതിനുശേഷം ഉയരത്തിൽ വസിപ്പാൻ എന്നെ പരിശീലിപ്പിച്ചു. ആ ഉയരത്തിലുള്ള വാസം ഞാൻ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ദുഃഖങ്ങൾ മാറിപ്പോയി. എൻ്റെ ജീവിതം സന്തോഷത്താൽ നിറഞ്ഞു. എനിക്ക് മരണത്തെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോയി. ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ദൈവരാജ്യം ശരീരത്തിൽ വസിക്കുന്നവരും ശരീരം വിട്ടവരും കർത്താവിനുള്ളവരാകുന്നു എന്നുള്ള ആ വലിയ ബോധം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നു. ഇതുവരെയും കർത്താവ് എന്നെ നടത്തുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് സാക്ഷ്യത്തെ ചുരുക്കുന്നു. In this experience of salvation, assurance of salvation, of forgiveness of sins through Jesus Christ, to this dear sister, ഈ പ്രിയ സഹോദരിക്ക് കർത്താവ് രക്ഷയുടെ അനുഭവം നൽകി പാപക്ഷമയുടെ ഉറപ്പ് കർത്താവ് കൊടുക്കുന്നു. for helping her to grow up in a family where the father first accepted Jesus and was found in this truth, and also to be found in such a family where she was brought up in the truth. അവരുടെ പിതാവിനെ സുവിശേഷം കേട്ട് ഈ സത്യത്തെ സ്വീകരിക്കുവാൻ ദൈവമിടയാക്കി. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ഇങ്ങനെയുള്ളതായ സത്യത്തിൻ്റെതായ പശ്ചാത്തലത്തിൽ വളരുവാൻ ദൈവം സഹായിച്ചു. For helping her to grow steadily in the Lord, obeying the truth of baptism, being filled with the Holy Spirit baptism, and then to understand the standard that is required to be ready for the coming of the Lord. സഹോദരിക്ക് കർത്താവിൽ വളരുവാനിടയായി തീർന്നു. തനിക്ക് സ്നാനപ്പെടുവാനും അഭിഷേകം പ്രാപിക്കുവാനും സഹായിച്ചു. അതുമാത്രമല്ല, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ വേണ്ടതായ ആ നിലവാരത്തെക്കുറിച്ച് കർത്താവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. She understood it is a standard so high to become like Christ and to be so that she can be caught up at the coming of the Lord. കർത്താവിനെ പോലെ ആയിത്തീരുകയും തന്മൂലമായി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയും ചെയ്യേണ്ടതിനായിട്ടുള്ളത് വളരെ ഉന്നതമായ ഒരു നിലവാരമാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. She was unable to think of how to experience sufferings and to experience healing through the ways that God has ordained for man to receive healing. മനുഷ്യൻ സൗഖ്യം പ്രാപിക്കേണ്ടതിനായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നതായ ആ കഷ്ടതകളും ആ സൗഖ്യത്തിന്റെ അനുഭവം പ്രാപിക്കുക എന്നുള്ളത് അത് എത്രത്തോളം പ്രയാസകരമാണെന്ന് തനിക്ക് മനസ്സിലായി. When the Lord then made her realize it is not by her own strength, but He is able to help her, she was able to surrender her life totally. എന്നാൽ സ്വന്തം ബലത്താൽ അത് സാധിക്കുകയില്ല. കർത്താവ് സഹായിച്ചാൽ മാത്രമേ കഴിയുമെന്ന് ദൈവം മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ കർത്താവ് തന്റെ ജീവിതത്തെ അത് പ്രാപിക്കേണ്ടതിനായി താൻ തന്റെ ജീവിതത്തെ അതിനായി സമർപ്പിക്കുകയും ചെയ്തു. Oh, she preferred not to be left behind at the rapture and go through that terrible tribulation, but to receive the grace of God and to be found ready to meet Jesus. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടിട്ട് ആ ഘോരമായ പീഡനത്തിൽ കൂടെ പോകുന്നത് താൻ തിരഞ്ഞെടുത്തില്ല. അതിന് പകരമായിട്ട് കൃപ പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്നതിനെ താൻ ഇഷ്ടപ്പെട്ടു. God helped her thus far to endure all the sufferings. God helped her thus far to experience the divine healing of God. God helped her to also see God doing a work, the Lord completing His work in her Son and taking Him to glory. എല്ലാവിധമായ കഷ്ടതകളെ സഹിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. അത് മാത്രമല്ല, തന്റെ മകനിൽ കർത്താവ് ആ കഷ്ടതയുടെ പ്രവൃത്തികളെല്ലാം ചെയ്ത് താൻ അതെല്ലാം സഹിച്ച് ആ തേജസ് പ്രാപിക്കുന്നത് കാണുവാനും ഈ പ്രിയ സഹോദരിക്ക് ദൈവം ഇടയാക്കി. Through all these experiences, God brought her to a higher place where now He is able to give a greater perspective of eternity and of meeting
Jesus for all the great things He has done in her life, in her family's life, and enabling her now to the clear hope. When Jesus comes in His glory, He is going to prepare her and the family also to meet Him. Shall we praise God? ആകയാൽ ജീവിതത്തിൽ ഒരു വിധിവിധമായ അനുഭവങ്ങൾ കൂടി ഒരു ഉന്നതമായ നിലവാരത്തിലേക്ക് തനിക്ക് എത്തുവാൻ കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവ്യക്തമായ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ ദൈവം തനിക്ക് ഇടയാക്കി തീർത്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് ഒരു ഉന്നതമായ ജീവിതം നയിച്ച് കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ തന്നെ എതിരേൽക്കുവാൻ തക്കവണ്ണം തന്റെ ജീവിതത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah.